ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വരുൺ. വരൂ, ഇരിക്ക്. താങ്ക് യു. എന്താണ്, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, പക്ഷേ എന്തു പറ്റി? ജീവിതത്തിൽ ഒരിക്കലും പ്രിയങ്കയുമായിട്ട് ഇങ്ങനൊരു കണക്ക് പറച്ചിലും പിരിയലും ഉണ്ടാവുന്ന കരുതിയതേയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവര് കണക്ക് പറയാൻ തീരുമാനിച്ച നമുക്ക് വേറെ മാർഗമില്ലല്ലോ, അല്ലേ വരുൺ? അത് ഇയാൾക്കൊരു കുഴപ്പമുണ്ട്, എത്ര കിട്ടിയാലും പഠിക്കില്ല. സത്യത്തിൽ പ്രിയങ്ക എതിരെ വഷളായി പോയത് ഇയാളുടെ പെരുമാറ്റം കൊണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആ കുടുംബത്തിനോടുള്ള കടപ്പാടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ശരി ശരി, ഇനിയിപ്പൊ ആ കടപ്പാടിന്റെ വിശദീകരണം ഒന്നും വേണ്ട. ഇന്ന് ഇവിടെ വെച്ച് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പിരിയാണ്, കേട്ടല്ലോ വരുൺ? അല്ല, ഈ കക്ഷികളോടെ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ട് മുങ്ങിക്കളയോ? വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ മുങ്ങാനൊന്നും പറ്റില്ലടോ. എഗ്രിമെന്റ് അനുസരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയത് മുതൽ കൃത്യമായിട്ട് എന്റെ ടീം അവരുടെ പിറകെയുണ്ട്. അവരിപ്പോ എത്തും, നിങ്ങളിരിക്കെ. അല്ല, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട, ഞങ്ങളിപ്പോ കുടിച്ചോളൂ. ആ ഹലോ, എത്തിയോ? ഇങ്ങോട്ട് കൂട്ടിക്കോളൂ. പ്രിയങ്കയും മുത്തശ്ശി എത്തി. ഗുഡ് മോർണിംഗ് പ്രിയങ്ക. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. വരൂ. എന്നെ ഒഴിവാക്കി കഴിഞ്ഞ സുഖമായിട്ട് ജീവിക്കാം രണ്ടുപേർക്കും, അല്ലേ? നിനക്ക് പറയാനുള്ള കണക്ക് നീ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ തുക മാത്ര നമുക്കിടയിലുള്ള ബന്ധം, അല്ലാതെ ഇനി കൂടുതൽ സംസാരിക്കണം നിൽക്കണ്ട. നീ എന്തായി കാണിക്കുന്നേ? നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം കാശ. വെറുതെ ബഹളം വെച്ച് കിട്ടാൻ പോകുന്ന തുക നഷ്ടപ്പെടുത്തരുത്. എന്നാലും കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മുത്തശ്ശി. സഹിച്ചാ മതി. ഇതിപ്പോ ഭാഗ്യത്തിനല്ലേടി ഇത്രയും പണം നമുക്ക് കിട്ടുന്നേ. അല്ലെങ്കിൽ ആ ജയിലിൽ കിടക്കട്ടെ എന്ന് ഇവർക്ക് വിചാരിച്ച പോരായിരുന്നോ? കാശിന്റെ കണക്കും മറ്റും പറഞ്ഞാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടപ്പെട്ടവരല്ലേന്ന് ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. കേട്ടോ വക്കീലേ? സുകുമാരിയമ്മ എപ്പോഴും നല്ല ഉപദേശങ്ങൾ മാത്രല്ലേ കൊടുക്കാറുള്ളൂ. എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളിരുന്നോ, വരുണിന്റെ അച്ഛൻ പണവുമായി വന്ന നമുക്ക് കാര്യങ്ങൾ സൈൻ ചെയ്യാം. ഏറ്റവും മാന്യമായി ഇരു കക്ഷികളും നല്ല രീതിയിൽ പിരിഞ്ഞു പോകണമെന്നാണ് ഒരു അഡ്വക്കേറ്റിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്ക് അങ്ങനെ ആവാമെന്ന് തോന്നുന്നു, അല്ലേ?